MJ അങ്കിൾ, ഇനി നമ്മുടെ റിയാൻ കുട്ടനാണ് വരാൻ പോകുന്നത്. റിയാൻ വന്നിട്ട് കുറച്ചധികം വിശേഷങ്ങൾ കേൾക്കാനുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഇവിടെ കറക്റ്റ് ശ്രുതിയൊക്കെ പറഞ്ഞു കേൾപ്പിച്ചില്ലേ? എന്നിട്ട് അത് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഭയങ്കര വൈറലായി പൊക്കോണ്ടിരിക്കുകയാണ്. ഒരുപാട് ഫേമസ് മ്യൂസിക് ഡയറക്ടേഴ്സും അങ്ങനെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒത്തിരി പേര് കമന്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. റിയാൻ കുട്ടൻ ഭയങ്കര വൈറലായി പൊക്കോണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് റിയാൻ കുട്ടനെ വിളിക്കാം, ബാക്കി കാര്യമൊക്കെ ചോദിക്കാം അല്ലേ? സോ ലെറ്റ്സ് വെൽക്കം റിയാൻ കുട്ടൻ ഓൺ സ്റ്റേജ്. റിയാൻകുട്ടന് സുഖാണോ? റിയാൻകുട്ട പെർഫെക്റ്റ് പിച്ച് ഒക്കെ കേട്ടിട്ടെ എന്റെ കൂട്ടുകാരൊക്കെ എന്നോട് ചോദിക്കുന്നത് ഇതെങ്ങനെ അറിയാൻ. അവരൊക്കെ വർഷങ്ങളായിട്ട് മ്യൂസീഷ്യൻസ് ആണ്, പക്ഷെ അവർക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. കൊറേ വ്യൂസ് ആയി അല്ലേ? കൊറേ വ്യൂസ് ആയി. അച്ഛൻ പറഞ്ഞായിരുന്നു ജെയ്ക്സ് ബി ജോയ് സാറൊക്കെ അമേസിംഗ് മോനെന്ന് കമന്റ്. കൺഗ്രാറ്റുലേഷൻസ്, വെരി അമേസിംഗ് ആക്ച്വലി. ജെക്സൺ എന്തായാലും നമ്മുടെ മോനെ കുറിച്ച് അങ്ങനെ ഒരു കമന്റ് ഇടാൻ തോന്നിയല്ലോ. അപ്പൊ റിയാൻകുട്ട, പിന്നെ അമ്മ മഴക്കാറ് ഒത്തിരി ആൾക്കാർ എന്റെ അടുത്ത്, അത് ഭയങ്കര വൈറലല്ലേ? ആ, അത് എന്തുകൊണ്ടാ? ഞാൻ നന്നായി പാടി. അതുകൊണ്ടാ, ഒരു സംശയമില്ല. ഇന്ന് ഏതാണ് അസലായിട്ട് പാടാൻ പറ്റുന്നത്? എന്നാ ഇന്ന് ഞാൻ സലീൽദയുടെ പാട്ടാ പാടാൻ പോകുന്നത്. കാവ്യദേവതേ. സൂപ്പർ സോങ്, വാട്ട് എ സോങ്, ക്ലാസിക് ആണ്. എനിക്ക് ഓർമ്മയുണ്ട്, നിങ്ങൾ നമ്മുടെ റൈക്കയുടെ എപ്പിസോഡില് ഉണ്ണിമേനോൻ സാർ കൈരളി ചാനലിന് വേണ്ടി പാടിയതാന്നിട്ട് പാടിയില്ലേ? ഞാൻ എപ്പിസോഡൊക്കെ കാണാറുണ്ട് ഡോക്ടർ. സൽദയുടെ പാട്ടാ മതി. എന്താണ് പ്രത്യേകത സൽദയുടെ പാട്ടിന്റെ? വേറെ റൂട്ടാ, നമ്മള് ചിന്തിക്കണ റൂട്ടിലല്ല. കാര്യമൊക്കെ അറിയാപ്പോ. അത് റൂട്ടും ഉണ്ട്. എന്റെ അർത്ഥം എന്താ? വേരും ഉണ്ട്, പാട്ടിന്റെ ഒരു വഴി. വെരി ഗുഡ്. സാറേ, ഇന്ന് എനിക്കൊരു വിശേഷം പറയാനുണ്ട്. ഞാനേ നാട്ടില് പോയി കുയിലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കുയിലൂർ മുച്ചിലോട്ട് കാവില് പോയി ഞാൻ. എന്നിട്ട് അവിടുന്ന് പ്രാർത്ഥിച്ചപ്പോഴേക്കും പെട്ടെന്ന് അവര് കണ്ടു എന്നെ. അപ്പം ഫ്ലവർ സ്റ്റോപ്പ് സിംഗറിൽ പാടുന്ന കുട്ടിയാന്ന് പറഞ്ഞിട്ട് അവരെന്നെ പാടിച്ചാദരിച്ചു. അങ്ങനെയൊന്നുമില്ല, മുച്ചിലോട്ട്. വെരി ഗുഡ്. ഇതൊക്കെ കേട്ടിട്ട് വളരെ സന്തോഷമുണ്ട്. അപ്പൊ ഇന്നത്തെ പാട്ട് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിയാം. അല്ല, അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. എന്താണ്? പറഞ്ഞു. ആരൊക്കെയാ വന്നേന്നറിയോ? എന്റെ അച്ചാച്ചൻ, എന്റെ അമ്മൂമ്മ, പിന്നെ എന്റെ അച്ഛന്റെ ചേട്ടന്റെ മോൻ റിഷാൻ. അത് കൊള്ളാലോ. പിന്നെ കുഞ്ഞനീത്തി ഉണ്ടല്ലോ, ഒരു അനീത്തി ഉണ്ടല്ലോ, കുട്ടിയാണല്ലോ നമ്മുടെ ഋതി കുട്ടി. ആര്യ ചേച്ചി ഋതി കരഞ്ഞപ്പോളേ ആര്യ ചേച്ചീനെ കാണണം എന്ന് പറഞ്ഞിട്ടായിരുന്നു കരച്ചിൽ. അയ്യോ, ഞങ്ങള് ഭയങ്കര കൂട്ടാ. ആണോ? ഞങ്ങൾ ഇവിടുന്ന് ലൈറ്റ് ഒക്കെ കണ്ട് ഇവിടെ ഇങ്ങനെ നടക്കുന്നു രണ്ടുപേരും കൂടെ. റിയാൻകുട്ട, ഇത് ONV സാറല്ലേ എഴുതിയ സൽദയാണ്. സിനിമയുടെ പേര് സ്വപ്നം. എന്റെ സ്വപ്നത്തിൻ അതിന് ആ സ്വപ്നം. എന്റെ അച്ചാച്ചനില്ലേ, നമ്മുടെ എന്റെ അമ്മയുടെ അച്ഛൻ, ആ അച്ചാച്ചൻ എപ്പോഴും എന്റെ അടുത്ത് ഇരുന്നിട്ട് മൈക്ക് ഉണ്ടാവും അവിടെ. അപ്പൊ അവിടെ ഇങ്ങനെ എന്റെ സ്വപ്നത്തിന് പാടുമായിരുന്നു. സ്വപ്ന സാനുവിൽ മേയാനെത്തിയ സ്വർണമാനേ മാനേ, സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം. സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ, നിങ്ങൾ ഈ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യമീ ലോകം. സ്വപ്നങ്ങൾ. ഇന്ന് രാവിലെ മുതൽ ഇങ്ങനെ മൂളിപ്പാട്ട് പാടിക്കൊണ്ടിരിക്കുക. ഈ പാട്ട് ഇന്നലെ മുതൽ ആര്യ ചേച്ചിക്ക് ഈ പാട്ട് ഇങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കുക. ഇഷ്ടംപോലെ സ്വപ്നം കാണുന്ന കുട്ടിയാണെന്ന് തോന്നുന്നു. എനിക്ക് ഈ പാട്ട്
ഒത്തിരി ഇഷ്ടമാണ്, അതിന്റെ വരികൾ ഒത്തിരി ഇഷ്ടമാണ്. സ്വപ്നം കാണാത്ത ആരാ ഉള്ളത് എന്ന് ആലോചിക്കും ഞാൻ. സ്വപ്നം ഇല്ലെങ്കിൽ ലോകം തന്നെ ഇല്ലല്ലോ. ഇല്ല, അതാണ്. നിങ്ങൾ ഈ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യം ഈ ലോകം എന്ന് പറയുമ്പോ അതിന്റെ അപ്പുറം എന്താ വേണ്ടേ? സ്വപ്നത്തേക്കാൾ സുന്ദരമാണി സ്വർഗം വിളയും ഗ്രാമം. യെസ്, പ്രേമവതിയാമിൻ പ്രിയ കാമുകി താമസിക്കും ഗ്രാമം. അങ്ങനെ സ്വപ്നം നോക്കിയാൽ ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങളുണ്ടല്ലേ സാറേ? ഒത്തിരി 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 സ്വപ്നങ്ങൾ. അതെ സാറേ, ആ. സ്വപ്നങ്ങൾ ആ പാട്ടില്ലേ, ഞാൻ യേശുദാസ് സാറിന്റെ കുറെ ഇന്റർവ്യൂസ് കേട്ടിട്ടുണ്ട്. അതിന്റെ അകത്ത് ദക്ഷിണാമൂർത്തി സ്വാമി യേശുദാസ് സാറിന് പറഞ്ഞു കൊടുക്കുമ്പോ യേശുദാസ് സാറെ ഫീലിൽ പാടിയിട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായി. ഞാൻ ഒറിജിനൽ പാട്ട് കേട്ടിട്ടില്ല. അതിപ്പോ ദക്ഷിണാമൂർത്തി സ്വാമിയെ പാടുമ്പോഴത്തേക്ക് ആ രാഗത്തിന്റെ ഛായ, അതിന്റെ എസൻസ് ആണ് പാടുന്നത്. അതെ അതെ അതെ, അങ്ങനെ വരുമ്പോഴാണ് ആ ഷഹാന വരുന്നത്. അതെ അതെ അതെ. അത് മാത്രല്ല, അത് തീർത്തൊരു ഗന്ധർവരാജാങ്കണത്തിൽ. ഇത് തീരില്ലടാ, ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കടാ. സാറെന്താ പറയാ? ഞാൻ പറയാൻ വന്നത് ഈ സ്വപ്നങ്ങൾ എന്നുള്ള പാട്ട് പല ഗായകരും മ്യൂസിക് ഡയറക്ടറും MP ശ്രീനിവാസൻ സാർ എല്ലാം പാടിയൊരു വീഡിയോ ഉണ്ട്. പീലിയിലമ്മ എല്ലാരും അത് പല രീതിയിൽ ദാസേട്ടൻ തന്നെ വേറൊരു ട്യൂണിലാണ് അതിൽ പാടിയിട്ടുള്ളത്. എന്നിട്ട് ദക്ഷിണാമൃത സ്വാമിയും പാടുന്നുണ്ട് അതില്. അപ്പൊ നീ വരൂ കാവ്യ ദേവതേ, അത് നമുക്ക് കേൾക്കാം. അത് കേൾക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അടിപൊളി ഷർട്ടും പാന്റും ആണല്ലോ, നല്ല പർപ്പിൾ കളർ ഷർട്ട്. ഇതാരാ മേടിച്ചെന്നറിയോ? ആരാ? നമ്മുടെ ഓലഞ്ഞാലിക്കുരുവിക്ക് വന്നില്ലായിരുന്നോ? ഞാൻ പറഞ്ഞിരുന്നില്ലേ, മഹിജാൻജിയുടെ ഹസ്ബൻഡ്. ആ രജിയങ്കിള് വാങ്ങിച്ചതാ. ആണോ? നല്ല സെലക്ഷൻ കേട്ടോ രജിയങ്കിളുടെ. നന്നായിട്ട് മാച്ച് ചെയ്യുന്നു റിയാങ്കുട്ടന്. സുന്ദരനായിട്ട് പാടിക്കോ. സുന്ദരനാണല്ലോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ, താങ്ക് യു. നീ വരൂ കാവ്യ ദേവതേ, നീ വരൂ കാവ്യ ദേവതേ, നീലയാമിനി തീരഭൂമിയിൽ, നീലയാമിനി തീരഭൂമിയിൽ, നീറുമെൻ ജീവനിൽ കുളിരുമായി നീ വരൂ വരൂ വരൂ, നീ വരൂ കാവ്യ ദേവതേ, നീലയാമിനി തീരഭൂമിയിൽ, നീലയാമിനി തീരഭൂമിയിൽ, നീറുമെൻ ജീവനിൽ കുളിരുമായി നീ വരൂ വരൂ വരൂ. വിജനമീ വിഷാദഭൂമിയാകെ നിൻ മിഴികളോ പൂക്കളോ വിടർന്നു നിൽപ്പു സഖി. വിജനമീ വിഷാദഭൂമിയാകെ നിൻ മിഴികളോ പൂക്കളോ വിടർന്നു നിൽപ്പു സഖി. ഇതളിൽ കണ്ണീരോ നിലാവോ നീർമൊത്തോ, നീറുമെൻ ജീവനിൽ കുളിരുമായി നീ വരൂ വരൂ വരൂ. കിളികളോ കിനാവു കണ്ടു പാടി നിൻ, വളകളോ മൈനയോ
കരളിൻ പൊൻവേണുവോ കിളികളോ കിനാവു കണ്ടു പാടി നിൻ വളകളോ മൈനയോ കരളിൻ പൊൻവേണുവോ കവിത നിൻ ചുണ്ടിൽ കരിമ്പിൻ നീർമൊത്തോ നീറുമെൻ ജീവനിൽ കുളിരുമായി നീ വരൂ 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 നീ വരൂ കാവ്യ ദേവതേ നീ വരൂ കാവ്യ ദേവതേ നീലയാമിനി തീരഭൂമിയിൽ നീലയാമിനി തീരഭൂമിയിൽ നീറുമെൻ ജീവനിൽ കുളിരുമായി നീ വരൂ 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 ആഹാ സൂപ്പർ സൂപ്പർ താങ്ക് യു സാർ, കലക്കി കലക്കി താങ്ക് യു സാർ, മിടുക്കൻ മിടുമിടുക്കൻ താങ്ക് യു സാർ. പ്രിയങ്കുട്ടാ എന്തോ സാർ? എനിക്കൊന്നും പറയാൻ വരുന്നില്ല, ഏ? മനസ്സ് നിറഞ്ഞുപോയി. അയ്യോ. അപ്പൊ വാക്കുകൾ വരില്ലല്ലോ. ആ, മനസ്സങ്ങനെ നിറഞ്ഞിട്ടേ ആ വോയിസ് കോഡിന്റെ വോക്കൽ കോഡിന്റെ അവിടെ അടഞ്ഞങ്ങിരിക്കുക. ഒന്നും വേണ്ടല്ലോ, നീ വരൂ കാവ്യ ദേവതേ. ആ കാവ്യ കൊടുത്തിരിക്കുന്ന ആ ദാന്നുള്ള നോട്ട്. അതെ അതെ അതെ. ഓ, ഞാൻ ഫീല് കൊടുക്കാൻ വേണ്ടിട്ട് അങ്ങനെ ചെയ്തേ. അതെനിക്ക് മനസ്സിലായി. നന്നായിരുന്നു. നല്ല Thank you, അത് അടിപൊളിയായി. ഏറ്റു അത് ഏറ്റു. അസലായിരുന്നു. താങ്ക് യു സാർ. അങ്ങനെ ആരും പാടി കേട്ടിട്ടില്ല. നീ വരൂ കാവ്യ ദേവതേ നീ വരൂ കാവ്യ ദേവതേ പ്രിയങ്കുട്ടൻ നാളത്തെ ഒരു വലിയ സൂപ്പർ മ്യൂസീഷ്യനായിട്ട് വരും കേട്ടോ, ഒരു സംശയം. തീർച്ചയായിട്ടും അതെ. എനിക്കൊരു പാട്ടുകാരനും മ്യൂസിക് ഡയറക്ടറും ആവാൻ ആഗ്രഹമുണ്ട്. അതാവും തീർച്ചയായിട്ടും. ഉറപ്പാണ്. അതെ അതെ. അങ്ങനെ ഉറപ്പാണ്. താങ്ക് യു സാർ, ഉറപ്പെന്ന് പറഞ്ഞാൽ ഒരു 1008 വട്ടം ഉറപ്പാണ്. താങ്ക് യു സാർ. ഞങ്ങളൊക്കെ പാടാൻ വിളിക്കണേ കേട്ടോ. വിളിക്കാം. ഞങ്ങൾക്കൊക്കെ ഒരു അവസരം തരണം. തരാം. ഓക്കെ. സാറേ, ആ. എനിക്കൊരു സംശയം എന്താണെന്നറിയോ? ഉം. സാർ MJ സാർ ഇപ്പൊ ഒരു ട്യൂണ് പറയില്ലേ, ആ ട്യൂൺ ഓർത്ത് വയ്ക്കുന്നത് എങ്ങനെയാ സാറ്? സാറ് ഈ സ്റ്റുഡിയോ പോകുമ്പോഴൊക്കെ നമ്മൾ ചില സമയത്ത് ഇങ്ങനെ ട്യൂണൊക്കെ പാടിയിട്ട് പെട്ടെന്ന് മറന്നു പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവും. അപ്പൊ തന്നെ ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെക്കും. ആ, ഈ ഫോണൊക്കെ വരുന്നതിന് മുമ്പേ ഉള്ള സമയം മൊബൈൽ ഫോണൊക്കെ നമുക്ക് ഇങ്ങനെ റെക്കോർഡ് ചെയ്ത്, അത് ചെറിയൊരു റെക്കോർഡർ ഉണ്ടായിരുന്നു. ആ. അതിനു മുമ്പേ അത് നൊട്ടേറ്റ് ചെയ്ത് വെക്കും. നോട്ട്സ് എഴുതി നോട്ട്സ് എഴുതി വെക്കും, അങ്ങനെ കോഡും എഴുതി വെക്കും. പക്ഷെ അങ്ങനെ വരുമ്പോഴത്തേക്കും നോട്ടും കോഡും എഴുതി വെക്കുമ്പോഴത്തേക്കും പിന്നെ അതിന്റെ ചില ഈ നോട്ടിലും കോഡിലൊന്നും എഴുതാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ടല്ലോ ട്യൂണിൽ. അത് മറന്നു പോകും. MJ ഞങ്ങള് ഗജനി സിനിമയിലെ സൂര്യ പോലെയാ. എല്ലാം അപ്പൊ എല്ലാം നോട്ട് ചെയ്ത് വെക്കും. ആ ഷർട്ടൊന്നും ഊരി കഴിഞ്ഞാൽ നിറച്ച് നോട്ട്. മൊത്തം നോട്ട്സാ. എനിക്ക് കാവ്യ ദൈവത്തെ ഒന്നോട് പാടിത്തരാമോ? നീ വരൂ ആഹാ ആഹാ. അവിടെ വീണു അവിടെ. അതിന്റെ സ്വരം എന്താ? സാഗ സദാ പാമഗ. അത് തന്നെ. ആഹാ. ആ ദായ്ക്ക് ഇങ്ങനെ ഒരു ദാ ഉണ്ടെന്ന് മോൻ പാടുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. നീർമൻ ജീവനിൽ കുളിരുമായി നീ വരൂ വരൂ വരൂ. അതുകൊണ്ട് പാടിക്കോ. നീറുമെൻ ജീവനിൽ കുളിരുമായി നീ വരൂ വരൂ വരൂ. എന്റെ അമ്മോ, ഒരു രക്ഷയില്ല. താങ്ക് യു സാർ. അവിടെ ശരി കുളിര് വന്നു കേട്ടോ, അത് പാടി കേട്ടിപ്പോ. ആ, പിന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് കിളികളും കിനാവു കണ്ടു പാടി. അത് പാടിയില്ലേ? സൂപ്പർ ആയിരുന്നേ. ദാസേട്ടൻ പാടിയ പോലെ തന്നെ അങ്ങനെ എടുത്തിട്ടുണ്ട്. അത് കിളികളോന്ന് പറയുന്ന സാധനം ഇല്ലേ, അത് കിളിയാണല്ലോ, അതുകൊണ്ട് കുറച്ച് മൃദുവാക്കിയത്. അങ്ങനെ വെച്ചു കൊടുത്താണല്ലേ? ആയതുകൊണ്ട് അതെങ്ങനെയായിരുന്നു ആ കിളി? കിളികളോ ഓ, അത് ജാനകിയമ്മ പാടിയ പോലെ ഉണ്ടായിരുന്നു. അതെ അതെ അയ്യോ, അതെ അതെ. ജാനകിയമ്മയോ? ദാസേട്ടൻ പാടിയ പാട്ട് ജാനകിയമ്മയുടെ എക്സ്പ്രഷൻ. അതെ അതെ. എന്താ സാറേ പറയാ? വളകളോ മൈനയോ അത് കൊള്ളായിരുന്നു കേട്ടോ. വളകളോ മൈനയോ അതാണ്.
അത് സംഗതി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതില്ലേ സാറേ, ആ ആദ്യം ഞാൻ ഇങ്ങനെ പാടി, വളകളോ മൈനയോ അങ്ങനെയായിരുന്നു പാടി. അപ്പൊ ആ ക്ലാരിറ്റി കിട്ടാതെ വൈശാഖ് സാറിനോട് പറഞ്ഞപ്പോ സാറ് പറഞ്ഞ് അങ്ങനെ പാടണ്ട, വളകളോ മൈനയോ ഇങ്ങനെ പാടിയാ മതി. അത് ആഹാ. നന്നായി, അതെ അങ്ങനെ ഓർത്ത് നന്നായി. വൈശാഖേ, Thank you, sir. വെരി ഗുഡ്, താങ്ക് യു. വൈശാഖ് വെൽ ഡൺ വൈശാഖ്. പിന്നെ ആ. ഇത് പാടിയില്ലേ, നീറുമൻ ജീവനിൽ, ആ ആ അത് കുളിരും. ആ ഹൈ എത്തുമ്പം വോളിയം കൂട്ടി കൂട്ടി കൊണ്ടുവരണം എന്ന് പറഞ്ഞതും വൈശാഖ് സാറായിരുന്നു. ആണല്ലേ? കറക്റ്റ്. പിന്നെ നീ വരൂ കാന്നായിരുന്നു ഞാൻ പാടിയത്. അത് ആഹാ. അങ്ങനെ വേണ്ട, നീ വരൂ കാ, ഇതൊക്കെ വൈശാഖ് സാർ പറഞ്ഞു തന്നു. ആണല്ലേ? ഞാൻ വൈശാഖ് സാർ. ഈ വൈശാഖിന്റെ ഒരു വൈശാഖ് സാറിനെ കാര്യമേ. നമ്മൾ അതെ, വെരി ഗുഡ് വൈശാഖ്. പിന്നെ ആ. സനൂപ് സാറ് പറഞ്ഞേ, ആ എനിക്കിപ്പം കുറച്ച് ഹെഡ് വോയിസ് ഒക്കെ വന്നു തുടങ്ങിയെന്ന്. ആ അതിലും എടുക്കാനായി വന്നു തുടങ്ങിയിട്ടുണ്ട്. ശരിയാണ്. താങ്ക് യു സാർ. നമുക്ക് വൈശാഖിനെ ഇങ്ങോട്ട് വിളിക്കാം. yes. വൈശാഖം സനൂപും വാ. പോരെ, പോരെ, പോരെ. ആ വെരി ഗുഡ് താങ്ക് യു സാർ. വൈശാഖ്, സനൂപേ. ഞാനിപ്പോ നിങ്ങളുടെ- ചിരിക്കണതില്ലേ, MJ സാറിന്റെ കോപ്പി അടിച്ചതാ. അതെങ്ങനെയത്? അങ്ങനെയാണോ? ആടാ കൊള്ളാമോ, ചിരി കൊള്ളാമോ? നല്ല ചിരിയാണോ? കൊള്ളാം കൊള്ളാം. വൈശാഖേ, സർ. എനിക്ക് എന്ത് പറയണമെന്ന് അറിഞ്ഞൂടാ. നന്ദി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ഫോമൽ ഒരു സംസാരമായി പോകും. അതൊന്നുമല്ല, അതിനപ്പുറം ഹൃദയം നിറയുന്നുണ്ട്. സ്നേഹം. ആ സ്നേഹം. you, sir. സനൂപേ കേട്ടോ, നമ്മുടെ കുഞ്ഞിനെ ഇങ്ങനെ ഗ്രൂം ചെയ്ത്, ഇതാണ് റിയൽ ഗ്രൂമിംഗ് എന്ന് പറയുന്നത്. അതെ അതെ, താങ്ക് യു സർ. മ്യൂസിക്കിലോട്ട് കൈപിടിച്ചു കൊണ്ടിരുന്നു, സ്നേഹത്തോടെ കൊണ്ടിരുന്നു, അതിന്റെ ടെക്നിക്സ് പറഞ്ഞു കൊടുക്കുന്നു, അതിന്റെ ഇമോഷൻസ് പറഞ്ഞു കൊടുക്കുന്നു, ഓരോ നോട്ടിന്റെയും ജീവൻ എങ്ങനെ തുടിക്കുന്നു എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അത് നിങ്ങളെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളതാണ്. താങ്ക് യു പ്രത്യേകം സർ. അഭിനന്ദിക്കുന്നു ആ കാര്യത്തില്. ബിഗ് Thank you. സല്യൂട്ട്. Salute. Yes, yes, yes. വൈശാഖിനും സനുവിനും മാത്രമല്ല, ശ്യാമിനും അതുപോലെ നിങ്ങളുടെ മറ്റുള്ള വൈശാഖ് എല്ലാവർക്കും. എത്ര? ശ്യാം, സിയാദ്, 3 വൈശാഖ്, 2 വൈശാഖ്, 2 വയസ്സായി. 2 വൈശാഖ്. സ്വാതി വൈശാഖ്, സ്വാതി അണ്ണൻ. രണ്ടാമത്തെ സ്വാതി. വൈശാഖ്. അതെ അതെ. അതെ. ഓക്കെ, വൈശാഖ് 1, വൈശാഖ് 2. ശ്യാം, സ്വാതി, സനൂപ്, സിയാദ്. പ്രത്യേകിച്ച് നമ്മുടെ റിയാൻകുട്ടന്റെ ടാലന്റ് മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കുന്നത് യെസ് അതൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ. അതെ അതെ അതെ. അവന് Talent. പറഞ്ഞു കൊടുത്ത് അവന് മനസ്സിലാവും. അത് അവന് ആ ഒരു മനസ്സിലാവും. ഫീല് വരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അറിയാം കൊണ്ടുവരാൻ അല്ല, ഇവിടെ പറ്റും. നമുക്ക് പാട്ടുകാരുണ്ട്, പക്ഷെ മ്യൂസീഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ റിയാൻകുട്ടനായിരിക്കും മ്യൂസീഷ്യൻ. സത്യം സത്യം. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഒരു വലിയ കഴിവ് കൊടുക്കും. യെസ് അതെ തീർച്ചയായിട്ടും. അതെ. താങ്ക് യു സാർ. എന്തായാലും സനൂപ് അപ്പൊ ഹെഡ് വോയിസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. അതെ. ഹെഡ് വോയിസിലാണോ വരൂ അവസാനം പാടിയത്? ചെറിയൊരു ഹെഡ് ആ, വോയിസ് ചെറിയ ആ, ഹെഡ് വോയിസ്, അതെ. കുറച്ചൊരു കുറച്ച് ഹെഡ് വോയിസ് മിക്സ് ചെയ്തു അതില്. 50 ഗ്രാം ചേർത്ത് വന്നു. അതെ അതെ. കേട്ടോ, അതിന്റെ മധുരം ഉണ്ടായിരുന്നു. താങ്ക് പക്ഷെ യു സാർ. അത് കൃത്യം സായിൽ വന്ന് അവസാനിക്കണം. നീറുമെൻ ജീവനിൽ കുളിരുമായി നീ വരൂ വരൂ വരൂ. ആഹാ. യെസ് ആ, ഇപ്പോഴാണ് ആ സായിൽ കൊണ്ട് അവസാനിപ്പിച്ചത്. ആ, കേട്ടോ, അത് നേരത്തെ വന്നപ്പോഴത്തേക്കും ഏകദേശം അതെ അവിടെ എത്തി. അതെ. എത്തിയില്ല. അതെ. എത്തിയില്ല എന്ന് പറഞ്ഞെങ്ങനെ ടേക്കിനും ഒരേ ഒരു തവണ അത് വന്നു. ഒരേ ഒരു തവണ. ഓ അപ്പൊ സൂപ്പറാക്കി. താങ്ക് യു സാർ. അപ്പൊ താങ്ക് യു വൈശാഖ്, സനൂപ്. റിയാൻകുട്ടാ, എന്തോ സാർ. ഇനി ഇത് കൂടുതൽ ഞാൻ ഇനി എന്ത് പറയണം? പറയാനുള്ളതൊക്കെ ആ MJ പറഞ്ഞത് തീർത്തു. ഇനി മാർക്ക് മാത്രമേ പറയാനുള്ളൂ എന്നാണോ? ആ നീ പല എനിക്കും ഇപ്പൊ പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. എല്ലാം തീർത്തു. അയ്യോ. അപ്പൊ എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇപ്പൊ പാടിയത്. താങ്ക് യു സാർ. ഉഗ്രനായിട്ട് പാടി, ഉഗ്രൻ. താങ്ക് ഒന്നും യു സാർ. പറയാനില്ല. നല്ല ഫീല്. പണ്ടത്തെക്കാളും എത്രയോ ഫാർ 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 ബെറ്റർ ആയിട്ടുണ്ട് ഇപ്പോഴത്തെ സിംഗിങ്. താങ്ക് യു കേട്ടോ? സാർ. സൂപ്പർ ആയിട്ടുണ്ട്. താങ്ക് യു ആ സാർ. അപ്പൊ എനിക്ക് തോന്നിയത് ആ വരൂ 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 എന്നുള്ളതിന്റെ സസ്റ്റെയിൻ മാത്രം ആദ്യത്തെ പല്ലവിയിലും അനുപല്ലവിയിലും ഒക്കെ കുറച്ച് ആ അനുപല്ലവി കഴിഞ്ഞിട്ട് വരുന്ന സ്ഥലത്തും ആ ഒരു ശ്രുതി പ്രശ്നം തോന്നി. ആ മൈന്യൂട്ട് അതിങ്ങനെ Okay, sir. ആടി ആടി നിന്നേ ഉള്ളൂ, എന്നാലും ആ. പ്രശ്നമില്ലായിരുന്നില്ല. അതിൽ കഴിഞ്ഞിട്ട് ചരണം കഴിഞ്ഞിട്ട് വന്ന ഒരു വരൂ കുറച്ച് ബെറ്റർ ആയിരുന്നു. ഓ പിന്നെ ഇപ്പൊ ലാസ്റ്റ് MJ പാടിച്ചപ്പോ അത് കറക്റ്റ് ആയിട്ട് വന്നു, പെർഫെക്റ്റ് ആയിട്ട് വന്നു. താങ്ക് യു സാർ. ഓക്കെ, ഓക്കെ സാർ. വെരി ഗുഡ്. അപ്പൊ അങ്ങനെ തന്നെ നല്ല രീതിയിൽ വരട്ടെ, പ്രാക്ടീസ് ഒക്കെ ചെയ്ത്. ഇപ്പൊ ഹെഡ് വോയിസ് ഒക്കെ കിട്ടിയില്ലേ? ആ കിട്ടി. അങ്ങനെ പല കാര്യങ്ങളും കിട്ടട്ടെ. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു സാർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. റിയാൻകുട്ട, എന്തോ ചേച്ചി? എനിക്ക് റിയാൻകുട്ടനെ കാണുമ്പോ പ്രത്യേക ഒരു അത്ഭുതം തോന്നും എപ്പോഴും. ഏ? അതെങ്ങനെ അത്
മ്യൂസിക്കാലിറ്റി ഉണ്ട് റിയാൻകുട്ടന്. ജസ്റ്റ് ഒരു പാട്ട് പാടാൻ വേണ്ടിയിട്ട് പാടുന്നതല്ല. റിയാൻകുട്ടന് അതിനെ പറ്റി അറിയാതെ അഗാധമായി പഠിച്ചിട്ടൊക്കെ വരണേ. അത് അവൻ അറിയുന്നില്ല എന്നുള്ളതാ. റിയാൻകുട്ടനെ അറിയാതെ അതിന്റെ നോട്ട്സ് റിയാൻകുട്ടൻ ശ്രദ്ധിക്കുകയാണ്, അതിന്റെ വരികൾ ശ്രദ്ധിക്കുകയാണ്, അറിയാതെ തന്നെ ശ്രദ്ധിച്ചു പോകും. അറിയാതെ അതിന്റെ ഭാവം, അതിന്റെ ഡൈനാമിക്സ്, അതിന് എന്തൊക്കെ എവിടെയൊക്കെ ചെയ്യണം, എവിടെ അതിന് സോഫ്റ്റ് ആക്കണം, എവിടെ അതിന് കട്ടി കൊടുത്ത് പാടണം, എന്ത് സ്റ്റൈലിൽ പാടണം, ഇതൊക്കെ റിയാൻകുട്ടന് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്നുള്ളതാ കേട്ടോ. ഓ ഒരു കാര്യം പറയട്ടെ, പറഞ്ഞോ. എന്റെ പാട്ട് പാടുമായിരുന്നേ അമ്മ മഴക്കാറിന്റെ ഗ്രൂമിങ്ങിന് വൈശാഖ് സാറായിരുന്നു. അപ്പം ഞാൻ പാടിയിട്ട് നമ്മളിങ്ങനെ പാട്ടിനെ പറ്റി കഥ പറയായിരുന്നേ. എന്നിട്ട് സാറിന് പാട്ടിനെ പറ്റിയേ പറയാനുള്ളൂ എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെയല്ല, എനിക്ക് ഈ ജെൻഡർ നോളജും ഒക്കെ പറയുന്ന പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു ആ പാട്ടിലാ കൂടുതൽ ശ്രദ്ധ. അല്ല അത് കറക്റ്റാ. ഇപ്പൊ നേരത്തെ നമ്മൾ ഇങ്ങനെ സംസാരിച്ചിരുന്നില്ലേ, അങ്ങനെ സംസാരിക്കാൻ ഉള്ള അങ്ങനത്തെ കോൺവെർസേഷൻസ് ആക്ച്വലി സംഗീതത്തിൽ അത്രത്തോളം ഇഷ്ടമുള്ള ആൾക്കാർ തമ്മിലേ അങ്ങനെ ഒരു കോൺവെർസേഷൻ, അത്രയും പാഷനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു കോൺവെർസേഷൻ അവിടെ പോസിബിൾ ആവുള്ളൂ. അത് റിയാൻകുട്ടന്റെ കൂടെ അത് പോസിബിൾ ആണ് എന്നുള്ളതാണ് കേട്ടോ. ട്രൂ മ്യൂസിഷ്യൻ. അയ്യോ സത്യമായിട്ടും ട്രൂ മ്യൂസിഷ്യൻ. വേറെ ഒന്നുമില്ല റിയാൻകുട്ട, മിടുക്കനാണ്. ഇതുപോലെ തന്നെ പോട്ടെ. ഓക്കെ, താങ്ക് യു ചേച്ചി. റിയാൻകുട്ട എന്തോ ചേച്ചി ആര് പറയണം മാർക്ക് ഇന്ന്? ഇന്ന് MJ സാർ. MJ സാർ. ശരി, MJ സാർ. രേങ്കുട്ടാ, എന്റെ കയ്യിലില്ല മാർക്ക്. അത് ഞാൻ ആര്യക്ക് കൊടുത്തു. മൊത്തം മാർക്കും ആര്യ ചേച്ചി. ഞാനും കൊടുത്തു. എന്നാ പിന്നെ ആര്യ ചേച്ചി പറയട്ടെ. റിയാൻകുട്ടന് ഇന്ന് കിട്ടാൻ പോകുന്ന മാർക്ക് 100 out of 100. ഒരു മധുരമഴ. താങ്ക് യു സാർ. കൺഗ്രാറ്റ്സ് കേട്ടോ. താങ്ക് യു. കൊച്ചിനേന്ന് മുട്ടയ്യ വേണ്ടേ? എനിക്കോ? എനിക്ക് 5 സ്റ്റാർ. 5 സ്റ്റാർ. ഇപ്രാവശ്യത്തെ നമുക്ക് നമ്മുടെ ബെസ്റ്റ് പെർഫോമർ കൊടുക്കാനായിട്ട് വൈശാഖേട്ടനെ സനൂപേട്ടനെ റിയാൻകുട്ടന് വില്ലി വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു ചേച്ചി. ഓക്കെ. ടോപ്പ് സിംഗറിന്റെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. പക്ഷെ ആരും വിഷമിക്കണ്ട, നമ്മൾ അടുത്ത ദിവസം ഇതേ സമയം ഒത്തിരി നല്ല പാട്ടുകളുമായിട്ട് വീണ്ടും കാണും. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും ചാച്ചാ ബൈ, സീ യു.